സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ നിതിൻ. സോ ഇന്ന് നമ്മൾ ബ്ലോഗല്ല, ഇന്ന് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് കുറച്ച് വെറൈറ്റി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ജർമ്മൻ ലാംഗ്വേജ്. യെസ്, ജർമ്മൻ ലാംഗ്വേജ്. നമ്മൾ എന്തിന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം? നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എളുപ്പമാണ്, പാടാണോ? അതേപോലെ എൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ജർമ്മൻ പഠിച്ചത്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ നോക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, വൈ ജർമ്മൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ കുറേ പേർക്കുള്ള ഡൗട്ടാണ്, ജർമ്മൻ എന്തിന് പഠിക്കണം, ജർമ്മനി എന്തിന് പോകണം, ജർമ്മനി പോയാൽ കാര്യമുണ്ടോ? അതൊക്കെ കുറേ പേർക്കുള്ള ഡൗട്ടാണ്. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് എഴുതുന്നതാണ്. ലൈക്ക് ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി തുടങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പറഞ്ഞതാണ് ഇതേപോലെ, എന്തിനാണ് ജർമ്മൻ പഠിക്കുന്നത്, പുറത്തോട്ട് പോയിട്ട് എന്താ കാര്യം, നാട്ടിൽ നിന്നാൽ പോരെ എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇതിനൊക്കെ പറയാമെന്ന് വെച്ചാൽ, ജർമ്മനി എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും എക്കോണമി കൂടിയൊരു രാജ്യമാണ്, ഒരു കൺട്രിയാണ് ജർമ്മനി. അപ്പം അതേപോലെ തന്നെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിലവിലുള്ള ഒരു രാജ്യമാണ്. അതെല്ലാ മേഖലയിലും, നഴ്സിംഗ് ആയാലും ഐ ടി ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും ഏത് മേഖലയിൽ നോക്കിയാലും ഏറ്റവും കൂടുതൽ സാലറി, ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ജർമ്മനിയിലാണ്. അതുമല്ലാതെ പല യൂറോപ്യൻ കൺട്രീസിലെയും ഒഫീഷ്യൽ ലാംഗ്വേജാണ് ജർമ്മൻ. സോ എക്സാമ്പിൾ സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഓസ്ട്രിയ, അതേപോലത്തെ കൺട്രീസിലൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാർ ജർമ്മൻ തന്നെയാണ്. സോ ജർമ്മൻ പഠിച്ചാൽ അല്ലെങ്കിൽ ജർമ്മനി ചെന്നാൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. നമ്മൾ വിചാരിക്കുന്നതല്ല, കരിയർ ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ട്. അതിപ്പം കുറേ പേർക്കൊന്നും അറിയത്തില്ല. ലൈക്ക് കുറേ പേർക്ക് അതിനെപ്പറ്റി വലിയ ബോധമൊന്നുമില്ല. അവർ വിചാരിച്ചേക്കുന്നത് വെച്ചാൽ ഇതേപോലെ നേഴ്സിംഗ് ആണ്, അതെന്തോ അവിടെ ചെന്നാൽ മറ്റേ ആയപ്പണിയാണ്, അതാണെന്നാണ് ആൾക്കാർ വിചാരിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല, അതിൽ കുറേ തെറ്റിദ്ധാരണയുണ്ട്. ലൈക്ക് നേഴ്സിംഗ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ളൊരു കോഴ്സാണ്. അത് ഹൗസ് ബിൽഡിംഗ് ആയാലും BSc ആയാലും പിന്നെന്താ കുറേ ആൾക്കാർ ഔപെയർ, FSJ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അതൊക്കെയാണ് ഈ ആൾക്കാർ വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. ലൈക്ക് ഹൗസ് ബിൽഡിംഗ് FSJ ആണ്, അല്ലെങ്കിൽ ഔപെയർ ആണ്. ലൈക്ക് ഹൗസ് ബിൽഡിംഗ് ആണ് ഔപെയർ എന്നൊക്കെ വിചാരിച്ച് കുറേ ആൾക്കാരുണ്ട്, എന്നോട് ചോദിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. സോ ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ജർമ്മൻ എടുത്തപ്പോൾ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ജർമ്മൻ എടുക്കണോ, ജർമ്മൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യണോ, അത് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ലൈക്ക് ലെറ്റേഴ്സ് പുതിയതാ, ഗ്രാമർ പുതിയതാ, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പുതിയതാ. അപ്പം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ഒരു 2 to 3 months ഒക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം കൺഫ്യൂഷനൊക്കെ മാറി തുടങ്ങി. ഏകദേശം ഐഡിയ കിട്ടി തുടങ്ങി, എങ്ങനെ പഠിക്കണം, എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ ഒരു പിടികിട്ടി തുടങ്ങി. അപ്പം പിന്നെ കുഴപ്പമില്ല, ലൈക്ക് പാടില്ല, എളുപ്പമായി തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ, A1 ആയി, ഇനി A2 ആയി, ഇനിയിപ്പോൾ B2 വരെ നോക്കാം, B2 കഴിഞ്ഞ് എന്താ വെച്ചാൽ നോക്കാമെന്നുള്ള ഇതിന് ഞാൻ സെറ്റായി. അതേപോലെ ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പോഡ്കാസ്റ്റ് കേൾക്കും. പോഡ്കാസ്റ്റ് കേൾക്കുന്നത് നല്ലൊരു പരിപാടിയാണ്. ലൈക്ക് പോഡ്കാസ്റ്റിന് കുറേ വൊക്കാബുലറി അതിനകത്ത് നിന്ന് കിട്ടും. അത് പുതിയ പുതിയ വൊക്കാബുലറീസ് നമ്മൾ തന്നെത്താനെ പഠിക്കും. ലൈക്ക് പോഡ്കാസ്റ്റ് കേൾക്കുകയാണെങ്കിൽ അതേപോലെ സ്പീക്കിങ് തന്നെത്താനെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെന്താ, ഞാൻ പേഴ്സണലി ഇതൊക്കെ ചെയ്താൽ തന്നെ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ജർമ്മൻ തന്നെത്താനെ ഇമ്പ്രൂവ് ആകുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ പേഴ്സണലി ചെയ്യുന്നൊരു കാര്യമായിരുന്നു യൂട്യൂബ് കാണുക. അതിനകത്ത് ഏകദേശം ഞാൻ നല്ലപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് കുറേ കാണാറുണ്ട്. അതേപോലെ ഏകദേശം ഇപ്പം 8 months ഞാൻ B2 ആണ് ഞാൻ പഠിക്കുന്നത്. B2 കഴിയാറായി. ലൈക്ക് 8 months തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈസി ജർമ്മനാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈസി ജർമ്മൻ ബിഗിനേഴ്സിന് പറ്റിയ നല്ലൊരു യൂട്യൂബ് ചാനലാണ്. സോ ഇനി നമുക്ക് ലെവൽസിനെ പറ്റി പറയാം. ലെവൽസ് എന്ന് പറഞ്ഞാൽ ജർമ്മന് 5 ലെവലാണുള്ളത്. A1, A2, B1, B2, C1. ഇതിനകത്ത് B2 ആണ് നമ്മൾ ഹൗസ് ബിൽഡിംഗ് അല്ലാണ്ടെങ്കിൽ പുറത്തോട്ട് പോകാൻ ഇപ്പം ബാച്ചിലേഴ്സ് ആണ്, മാസ്റ്റേഴ്സൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഏകദേശം എടുക്കുന്നത് B2 ലെവലൊക്കെയാണ്. അപ്പം ഇനി ഓരോ ലെവൽ എന്താണെന്ന് വെച്ചാൽ, A1 എന്ന് പറയുമ്പോൾ ബേസിക് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ലെറ്റേഴ്സ് ആയാലും ആൽഫബറ്റ്സ് ആയാലും അതേപോലത്തെ നമ്പേഴ്സ്, ടൈം, അതേപോലെ
ഒക്കെ പഠിപ്പിക്കുന്നതാണ്, കുറച്ച് വൊക്കാബുലറീസ് ഒക്കെ പഠിപ്പിക്കുന്നതാണ് A1. ഇനി A2 കയറുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ അതേപോലെയുള്ള കാര്യങ്ങളാണ് A2. പിന്നെ ഇനി B1 കയറുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ സീരിയസ് ആവും. ഡെയിലി ലൈഫ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. നമ്മൾ ഡെയിലി ലൈഫിൽ വരുന്ന ഓരോ സെൻറ്റൻസ്, ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അതാണ് B1. ഇനി B2 വരുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നല്ല സീരിയസ് ആവും. ലൈക്ക് അത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു ഉള്ള ഒരു സെക്ഷനാണ് B2. അപ്പം ജോബിന് പോകുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ ഫോർമലായിട്ട് എങ്ങനെ സംസാരിക്കണം, ഇൻഫോർമലായിട്ട് എങ്ങനെ സംസാരിക്കണം, ആണ് B2. ഇനി C1 വരുമ്പം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഫ്ലുവൻസിയാണ്. ലൈക്ക് B2 വരെ ഉള്ളൂ, ഗ്രാമർ ടോപ്പിക്സ് അല്ല. B2 ആകുമ്പോഴത്തേക്കും ഗ്രാമർ ടോപ്പിക്സ് ഏകദേശം എല്ലാം കഴിയും. ഇനി C1 വരുമ്പോഴത്തേക്കും ഫ്ലുവൻസിയാണ്. ലൈക്ക് നമ്മൾ നേറ്റീവ്സിനെ കുറിച്ച് കുറച്ചുകൂടി, നേറ്റീവ്സിൻ്റെ അങ്ങനെ പറയാൻ പറ്റില്ല, നേറ്റീവ്സ് പറയുന്ന പോലെ പറയാൻ പറ്റത്തില്ലെങ്കിലും നേറ്റീവ്സിൻ്റെ അത്രയൊരു ഫ്ലുവൻസി വന്ന് തുടങ്ങും നമുക്ക്. സോ ഞാൻ പറഞ്ഞത് വെച്ചാൽ ജർമ്മനി പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ B1 B2 പഠിക്കുന്നതായിരിക്കും നല്ലത്. A2 പഠിച്ച് പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ A2 പഠിച്ച് പോകാൻ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ A2 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കും നമ്മളവിടെ പെട്ടുപോകും. അപ്പം B2 ഒക്കെ വരെ പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം ഉള്ളതേ ഉള്ളൂ. അപ്പം B2 പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് A2 കാട്ടിലും. സോ ഇനി ജർമ്മനിലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഞാൻ പറയാം. നമുക്ക് ജർമ്മനി കുറേ ലോങ് വേർഡ്സ് ഉണ്ട്, നമുക്ക് പറയാൻ പോലും പറ്റാത്തത്. അതിനകത്ത് ഒരു വേർഡ് ഞാൻ ഇവിടെ കൊടുക്കാം. ആ വേർഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കാർഡ് എന്നാണ് ആ വേർഡിൻ്റെ മീനിങ്. അപ്പം ആ വേർഡ് അതേപോലെ കുറേ വേർഡുണ്ട് നമുക്ക് ജർമ്മനി. അതൊക്കെ കൊണ്ടാണ് നമുക്ക് ജർമ്മൻ കുറച്ചുകൂടി പാടാവുന്നത്. പിന്നുള്ളതെന്ന് പറയുമ്പം ഏകദേശം ജർമ്മനും ഇംഗ്ലീഷും കസിൻസിനെ പോലെ. കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള വേർഡ്സ് കുറേ വരുന്നുണ്ട്. ഇപ്പം വാട്ടറിനാണെങ്കിൽ ജർമ്മനി നമ്മൾ വാസർ എന്നാണ് പറയുന്നത്, അതുപോലെ ഫാദറിനാണെങ്കിൽ നമ്മൾ ജർമ്മനിൽ ഫാദർ എന്ന് തന്നെ പറയാം. അപ്പം ഏകദേശം സിമിലർ ആയിട്ടുള്ള കുറേ വേർഡ്സ് ജർമ്മനിലും ഇംഗ്ലീഷും ഉണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ഏകദേശം ഒരു എളുപ്പമാവും. ലൈക്ക് A2 ഒക്കെ പഠിക്കാൻ എളുപ്പമായിരിക്കും. ലൈക്ക് വൊക്കാബുലറീസ് എടുത്ത് കുറേ ഇംഗ്ലീഷ് സിമിലാരിറ്റീസ് ആണ്. ജർമ്മൻ പാടാണോ ഈസി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. രണ്ടും ഉണ്ട്. ഈസി പാർട്ടുണ്ട്, ഹാർഡ് പാർട്ടുണ്ട്. ഈസി ആയിട്ടുള്ളതെന്ന് പറയാൻ പ്രൊനൗൺസിയേഷനൊക്കെ ഏകദേശം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷനാണ്. പിന്നെ നമുക്ക് ഇംഗ്ലീഷുമായിട്ട് നല്ല സിമിലാരിറ്റീസ് ഉള്ള കുറേ വേർഡ്സ് ഉണ്ട്, വൊക്കാബുലറീസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഗ്രാമറിനകത്ത് കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിന് ബേസ് ആയിട്ടുള്ളതുണ്ട്. അപ്പം പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇനി ഹാർഡ് പാർട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾസ്, പിന്നെ ഗ്രാമർ കേസിൽ കുറച്ച് ഈ അക്യൂസാറ്റീവ്, നോമിനാറ്റീവ്, ഡാറ്റീവ്, ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ജർമ്മനിലെ 60% നിങ്ങൾ ജർമ്മൻ ജയിച്ച്. പിന്നെ ബാക്കി ആർട്ടിക്കിൾസ് ഇടാൻ നല്ലപോലെ അറിയാം. ആർട്ടിക്കിൾസ് നല്ല കൺഫ്യൂഷൻ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ നല്ല ലോങ് ആയിട്ടുള്ള വേർഡ്സ് വരുന്നുണ്ട്. ഇതെല്ലാം ഹാർഡ് പാർട്ടാണ്. അപ്പം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ ജർമ്മനെ പറ്റി പേടിക്കാനൊന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഏത് ലാംഗ്വേജ് ആണെങ്കിലും കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തലയിൽ കയറും. അത് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ലൈക്ക് കൺസിസ്റ്റൻ്റായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ലാംഗ്വേജ് തന്നെ ആവണമെന്നില്ല, നമ്മളൊരു ഹാബിറ്റ് ആണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു കുറച്ച് നാൾ ചെയ്യുമ്പോഴത്തേക്ക് അത് അങ്ങ് സെറ്റായിരിക്കും. സോ ലാസ്റ്റ്ലി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, ജർമ്മൻ പഠിക്കാൻ കുറച്ച് എഫേർട്ട് വേണം. എഫേർട്ട് ഇട്ടാൽ മാത്രമേ ജർമ്മൻ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത് അല്ലാതെ നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ മനസ്സിലാകത്തില്ല. എഫേർട്ട് ഇടുക, പഠിക്കാൻ നോക്കുക, വൊക്കാബുലറി ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഞാനും 0 നിന്ന് തന്നെ തുടങ്ങിയത്. ഇപ്പം B2 വരെ ആയി, എൻ്റെ B2 കഴിയാറായി. അപ്പം ഉടനെ തന്നെ പരീക്ഷ എഴുതാം, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എന്തുകൊണ്ടും പഠിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ജർമ്മൻ. അത് തുടങ്ങി വെക്കുമ്പം A2 ഒക്കെ ആകുമ്പോൾ നല്ല പാടായിരിക്കും. പക്ഷേ A2 B1 ആകുമ്പം ഒട്ടും മനസ്സിലാവാതാവും. പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുക, ആ ലാംഗ്വേജിനെ പറ്റി നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ ലാംഗ്വേജ് മനസ്സിലാവും. ജർമ്മൻ പഠിക്കാനൊക്കെ എല്ലാവരെ കൊണ്ടും പറ്റും. പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ്. ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. അപ്പം ഇന്നത്തെ വീഡിയോ
ചെറിയൊരു വീഡിയോ ആയിരുന്നു, കുറച്ച് ഇൻഫർമേഷൻ തരണമെന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയ വീഡിയോ ആണ്. അപ്പം എന്തെങ്കിലും ജർമ്മനെ പറ്റിയ ഹെൽപ്പോ ഡൗട്ട്സോ ടിപ്സോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ തരുന്നതാണ്. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചൂസ്, ബൈ.